55-ാമത്തെ വയസ്സിൽ വരും. 55 വയസ്സ് വരെ യാതൊരുവിധ വൈകല്യങ്ങളും കാണിക്കാത്ത പുരുഷന്മാരും 55-ാമത്തെ വയസ്സിൽ പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളും കാണിക്കുന്നതായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ ഒരുപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുവരെ ഇല്ലാത്ത പ്രണയബന്ധങ്ങൾ വരിക, നമ്മൾക്കൊരിക്കലും ചിന്തിക്കാനാവാത്ത തരത്തിലുള്ള ലൈംഗിക കാര്യങ്ങളിലേക്കൊക്കെ പോവുക, പിന്നെ മറ്റുള്ളവർക്ക് നാശം വിതയ്ക്കുന്ന കാര്യങ്ങൾ വരിക, വീട്ടിൽ തന്നെ അതുവരെ ഉണ്ടായിരുന്ന സന്തോഷവും സമാധാനവും ഇല്ലാതാക്കുക. ഒരു 12 വയസ്സാകുമ്പോഴത്തേനെ പൂർവ്വജന്മത്തെക്കുറിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് സ്വഭാവ വൈജാത്യങ്ങളെക്കുറിച്ച് വൈചിത്ര്യങ്ങളെക്കുറിച്ചും അറിയാൻ സാധിക്കുന്നതാണ്. പൂർവ്വജന്മ ഫലം എല്ലാവരെയും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് പൊതുവായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ. ഇനി അതുകൂടാതെ തന്നെ രാഹുവിൻ്റെ ഏതൊക്കെ ഗ്രഹങ്ങളുടെ സാമീപ്യമാണോ പ്രകടമാക്കുന്നത് അത് നോക്കിയിട്ട് വേണം നമ്മൾ ഫലം പറയാൻ. ഈ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് 2000-ന് ശേഷം 2000 മുതൽ ഇങ്ങോട്ട് ജനിച്ചിരിക്കുന്ന കുട്ടികളിൽ വലിയൊരു ശതമാനം പേരും 50 വയസ്സ് തികയ്ക്കുന്ന കാര്യം ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. കാരണം ഫലം നോക്കുമ്പോൾ പലരുടെയും ഫലം നോക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ മരണത്തെക്കുറിച്ച് പറയേണ്ടതായിട്ടാണ് വരുന്നത്. ദീർഘായുസ്സായിട്ടുള്ളവരല്ല ഭൂരിപക്ഷവും. ഇതൊരു വലിയ ജ്യോതിഷത്തിൽ കാണുന്ന പിന്നെ മരണസന്ധികൾ പഴയതിനേക്കാൾ കൂടുതലാണ്. അതിന് മുൻപ് ജീവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു 70 വയസ്സിന് മുകളിലുള്ളവരുടെ ജാതകം നോക്കുമ്പോഴത്തേയല്ല അതിന് താഴെയുള്ളവരുടെ. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പിള്ളേരെന്ന് പറയുമ്പോൾ യങ് ജനറേഷൻ 2000 മുതലുള്ളവരുടെ ഫലം അതിനകത്ത് മരണസന്ധികളുടെ എണ്ണം വളരെ കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. വളരെ കുറച്ച് 3-4 മരണസന്ധികളാണ് സ്വാഭാവികമായിട്ടുള്ളതെങ്കിലും ആ മരണസന്ധികൾ തീവ്രമായിരിക്കില്ല. എന്നാൽ ഇപ്പോൾ ജനിച്ചിരിക്കുന്ന കുട്ടികൾക്കെല്ലാം ഈ മരണസന്ധി ഫലം നോക്കുമ്പോൾ അതെല്ലാം കൂടുതൽ തീവ്രഫലം ചെയ്യുകയാണ്. തീവ്രഫലം ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു മരണസന്ധിയെ കടന്നിട്ട് അടുത്തതിലേക്ക് എങ്ങനെ പോകും എന്ന് വെച്ചാൽ പോകാൻ സാധ്യതയില്ല, എന്ന് വെച്ചാൽ അപ്പോൾ തന്നെ മരിക്കാൻ സാധ്യത എന്നൊക്കെയാണ് കാണിക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് അതിനും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഫലം പറയാൻ ഞാൻ ശ്രമിക്കുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ ശ്രമിക്കുന്നത് അതിൽ രാഹുവിനെ ഏതെല്ലാം ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്നു, ഏതെല്ലാം ഗ്രഹങ്ങൾ രാഹുവിൻ്റെ കൂടെ നിൽക്കുന്നു, ഏതെല്ലാം ഭാവങ്ങളിലേക്കാണ് രാഹുവിൻ്റെ ദൃഷ്ടി, ഏതെല്ലാം ഭാവങ്ങളിലേക്ക് ഉള്ള ഗ്രഹങ്ങളുമായിട്ട് ദൃഷ്ടി വരുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചിട്ട് രാഹു ചന്ദ്രനോടൊപ്പം യോഗം ചെയ്യുന്നെങ്കിലുള്ള പ്രശ്നം, രാഹു കേതുവിനോടൊപ്പം യോഗം ചെയ്യുന്നതിനുള്ള പ്രശ്നം, രാഹു ശനിയോടൊപ്പം യോഗം ചെയ്തതിനുള്ള പ്രശ്നം, രാഹു ചന്ദ്രനോടൊപ്പം യോഗം ചെയ്തതിനുള്ള പ്രശ്നം, ഇതെല്ലാം നമ്മൾ പരിഗണിക്കണം. ഇപ്പോൾ രാഹു കേതുക്കള് രണ്ടാമത് രാഹുവിൻ്റെ പ്രാധാന്യം കഴിഞ്ഞാൽ കേതുവിൻ്റെയും കൂടെ പ്രാധാന്യം നോക്കണം. ഇതിൽ നമ്മൾ പൂർവ്വജന്മ ഫലം പറയാനെടുക്കുന്നത് രാഹുവിന് ഏതെല്ലാം ഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ട് എന്നുള്ളതിനേക്കാളും ഏതെല്ലാം ഗ്രഹങ്ങളെ ദൃഷ്ടി ചെയ്യുന്നു, ഏതെല്ലാം ഗ്രഹങ്ങൾ കൂടെ നിൽക്കുന്നു, ഏതെല്ലാം ഗ്രഹങ്ങളുടെ രാശികളിലാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ജനിച്ചിരിക്കുക എന്ന് വെച്ചാൽ നിലകൊള്ളുന്ന രാഹു നിലകൊള്ളുന്ന രാശിയുടെ നാഥന്റെ ഫലം വളരെ പ്രധാനമാണ് പൂർവ്വജന്മ ഫലത്തിലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിലെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രാഹു ഏതെല്ലാം ഗ്രഹങ്ങളെ ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതും ഏതെല്ലാം ഭാവത്തിലേക്ക് ദൃഷ്ടി എന്നുള്ളതും പ്രധാനമാണ്. അത് കഴിഞ്ഞാൽ കേതുവിനെയും കൂടി പ്രാധാന്യത്തോടെ ചിന്തിക്കണം. പൊതുവായി പറഞ്ഞാൽ രാഹു കേതുക്കളുടെ പ്രാധാന്യമാണ് സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. 4-ാം ഭാവത്തിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി ഇത് വന്നാൽ വളരെ സൂക്ഷിക്കണം. 4-ാം ഭാവത്തിൽ രാഹുവിൻ്റെ ദൃഷ്ടി വന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, 5-ാം ഭാവത്തിൽ രാഹുവിൻ്റെ ദൃഷ്ടി വന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. സ്വഭാവ ഹത്യക്കിടയാക്കും രാഹു ചന്ദ്രനെ ദൃഷ്ടി ചെയ്താൽ, അതുപോലെ തന്നെ കേതു ചന്ദ്രനെ ദൃഷ്ടി ചെയ്താൽ, കുജന്റെ സാമീപ്യം അതിനോടൊപ്പം ഉണ്ടായാൽ, രാഹുവും ശുക്രനും കൂടെ ബന്ധം വന്നാൽ, കൂടുതൽ രാഹുവിൻ്റെ ദോഷഫലങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്ന ഗ്രഹം വ്യാഴം മാത്രമാണ്. വ്യാഴം ഏതെങ്കിലും തരത്തിൽ ദൃഷ്ടി ചെയ്യുകയോ വ്യാഴം ഇപ്പോൾ രാഹു ഏതെങ്കിലും ദോഷം വരുത്തുന്ന ഗ്രഹങ്ങളോടൊപ്പം എന്ന് വെച്ചാൽ രാഹുവിൻ്റെ കൂടെ നിന്നാൽ ദോഷം വരാൻ സാധ്യതയുള്ളത്, ദൃഷ്ടി ചെയ്താലോ ദോഷം വരാൻ സാധ്യതയുള്ളത് ചന്ദ്രനാണ്, ചൊവ്വയ്ക്കാണ്, ഇങ്ങനെയൊക്കെ പലതുണ്ടല്ലോ. അപ്പോൾ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ശുക്രന് ഒക്കെ പ്രശ്നം. അപ്പോൾ അതിൽ രാഹു ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നു എന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ രാഹു ചന്ദ്രനോടൊപ്പം യോഗം ചെയ്യുന്നു എന്ന് വെച്ചോളൂ. അത് ദോഷമാണ്. അവരുടെ സ്വഭാവ ദൂഷ്യത്തിൽ വരാവുന്ന അതിസൂക്ഷ്മ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സഹായിക്കും. എന്നാൽ അവിടേക്ക് ആ രാഹു ചന്ദ്രന്മാരെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുവെങ്കിൽ ദോഷാധിക്യം കുറയും. ഗുരുവിന് അഥവാ വ്യാഴത്തിന്
ദോഷം കുറയ്ക്കാനുള്ള ശേഷി വളരെയേറെയുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രഹനില കണ്ടിട്ട് രാഹു കേതുക്കൾ വളരെയേറെ ദോഷത്തിൽ നിന്നുകൊണ്ട് വളരെയേറെ മറ്റു ഗ്രഹങ്ങളെ ദൃഷ്ടി ചെയ്തുകൊണ്ട് ദോഷം വരുത്തുകയും അത് സ്വഭാവ ദൂഷ്യത്തിന് പലവിധത്തിലുള്ള സൂക്ഷ്മവും സ്ഥൂലവുമായ സ്വഭാവ ദൂഷ്യങ്ങൾ വരുത്തി വയ്ക്കുന്നു എന്ന് കണ്ടാലും അത് നമ്മൾ പൃച്ഛകരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടിയെ കൂടി പരിഗണിച്ചിട്ട് വേണം പറയാൻ. വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്നു എങ്കിൽ ആ ദോഷാധിക്യം കുറയുകയോ അല്ലെങ്കിൽ ദോഷം തന്നെ ഇല്ലാതാക്കുകയോ ചെയ്യും. ദോഷത്തെ ഇല്ലാതാക്കാനും ദോഷാധിക്യം കുറയ്ക്കാനും വ്യാഴത്തിന്റെ ദൃഷ്ടി കൊണ്ട് സഹായിക്കും. സ്വഭാവ ദൂഷ്യത്തിന് വളരെ പ്രധാനമായിട്ട് രാഹുവിൻ്റെ ഒരു സ്ഥാനം എപ്പോഴും ജാതകങ്ങളിലുള്ളതാണ്. ഇപ്പൊ ജാതകത്തിൽ രാഹുവിനെ കൊണ്ട് അനവധി ബാഹ്യ ജീവിത ഭാഗ്യങ്ങളും പൂർവ്വജന്മ ഗുണങ്ങളും ദോഷങ്ങളും പറയും. അതുകൂടാതെ ഈ ജന്മത്തിലെ സ്വഭാവ ദൂഷ്യങ്ങളുടെ എല്ലാം ആകത്തുക പറയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരു ജ്യോതിഷി രാഹുവിന് പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. രാഹു 11ാം ഭാവത്തിൽ ലാഭരാശിയിൽ വരുന്നു. ചന്ദ്രന്റെ ദൃഷ്ടിയുണ്ട്, പിന്നെ ശുക്രന്റെ ദൃഷ്ടിയുണ്ട്, വ്യാഴത്തിന്റെ യാതൊരുവിധ യോഗമോ ദൃഷ്ടിയോ ഇല്ല. അങ്ങനെയൊക്കെയാണ് കാണുന്നതെങ്കിൽ പല വിധത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളിലേക്ക് ഈ വ്യക്തി ചെല്ലുമെന്ന് പറയേണ്ടി വരും. ഈ വ്യക്തി ചെല്ലുന്നത് ഏതൊക്കെ കാലയളവിലായിരിക്കുമെന്ന് അറിയാനും കഴിയും. ഏത് പ്രായത്തിലൊക്കെ സ്വഭാവ ദൂഷ്യം കാണിക്കാം. അതിൽ ജീവിതത്തിന്റെ ആദ്യകാലത്തിലാണോ മധ്യകാലത്തിലാണോ അവസാന കാലത്താണോ എന്നുള്ളത് നമുക്കറിയാൻ കഴിയും. ധനനഷ്ടം വരുത്തി വയ്ക്കുക, ദുർച്ചെലവ് വർദ്ധിക്കുക, ധൂർത്തനായിരിക്കുക ടോട്ടലി. പിന്നെ ഏതെല്ലാം തരത്തിലായിരിക്കും ധൂർത്ത് കാണിക്കുന്നത്? സ്ത്രീ വിഷയത്തിലൂടെ ആയിരിക്കുമോ, മദ്യപാനത്തിലൂടെ ആയിരിക്കുമോ, അല്ലെങ്കിൽ മറ്റിതര ലൈംഗിക രീതികളിലൂടെ ആയിരിക്കുമോ, സൗഹൃദങ്ങൾ വഴിയായിരിക്കുമോ? ഓരോ തരത്തിലും സ്വഭാവ ദൂഷ്യങ്ങളെ കുറിച്ചുള്ള എല്ലാം രാഹുവിൻ്റെ കൈകളിലുണ്ട്. അതെങ്ങനെ വരുന്നു? ഇനിയും പൂർവ്വജന്മമായിട്ട് കൂട്ടിക്കെട്ടി ചിന്തിക്കാനുള്ള വശങ്ങളുണ്ട് അവിടെ. ഏത് ജന്മത്തിലെ ഏത് സ്വഭാവത്താലാണ് ഇത് വരുന്നത്? ഇപ്പോൾ ഒരു വീട്ടിൽ 5 മക്കളുണ്ടെന്ന് വെച്ചു. 5 മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും അവരുടെ പൂർവികർക്കും ഒന്നും മദ്യപാന ശീലമില്ല. ചുറ്റുവട്ടത്തുള്ളവരെല്ലാം സാംസ്കാരികമായി ഉയർന്നവരുമാണ്. എന്നിട്ടും ആരിൽ നിന്നും കണ്ടുപിടിക്കാൻ സാധ്യതയില്ലാഞ്ഞിട്ടും സമൂഹത്തിൽ ചുറ്റുവട്ടത്തുള്ള ആളുകളിൽ നിന്നുമില്ല, വീട്ടിലുള്ളവരിൽ നിന്നും ഒന്നുമില്ല എങ്കിൽ പോലും ഈ വ്യക്തിക്ക് മദ്യപാന ശീലം വരുന്നെങ്കിൽ അത് പൂർവ്വജന്മ കാര്യങ്ങൾ അവിടെ ഉള്ളതിനെ നമ്മൾ നോക്കിക്കാണും. അതുപോലെ പൂർവ്വജന്മത്തിൽ 4 ജന്മങ്ങൾ വരെയുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ വളരെ വളരെ പ്രകടമാക്കും. സ്വഭാവ ഗുണങ്ങളും അതുപോലെ വരും. എഴുതാനുള്ള വാസന, പടം വരയ്ക്കാനുള്ള വാസന, അങ്ങനെ കലകളും എല്ലാം വരുമെന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ സ്വഭാവ ദൂഷ്യങ്ങളും. അതുപോലെ ഈ ലൈംഗിക പരാക്രമശീലങ്ങളൊക്കെ ഒരു ഘട്ടം വരെ ശാന്തനായിരിക്കും, മറുഘട്ടത്തിൽ കൂടുകയും ആദ്യകാലത്ത് അതിൽ വളരെ കുഴപ്പമായിരിക്കും, പിന്നീട് ഇത് കുറയുകയും, ഇങ്ങനെയൊക്കെ പല സന്ദർഭങ്ങളുണ്ട്. രാഹു 3-4 ഘട്ടങ്ങളായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുക. അപൂർവം ചിലരുടെ ഗ്രഹനിലയിൽ രാഹു 4 ഘട്ടങ്ങളായിട്ട് അവരുടെ ആ ഒരു പുരുഷായുസിനെ എടുത്തു കഴിഞ്ഞാൽ 4 ഘട്ടങ്ങളായി വിഭജിച്ചാൽ 4 ഘട്ടങ്ങളിൽ 4 ശൈലി പുലർത്തും. അത് സൂക്ഷ്മമായിട്ട് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഭക്ഷണശൈലി രാഹുവിൻ്റെ സ്വഭാവത്തിനെ തീക്ഷ്ണമാക്കുന്ന ഭക്ഷണശൈലി മാറ്റിയിട്ട് രാഹുവിനെ ശാന്തമാക്കുന്ന, രാഹുവിൻ്റെ സ്വഭാവം നമ്മൾ പ്രകടമാക്കാവുന്നതിനെ ശാന്തമാക്കാവുന്ന ഭക്ഷണശൈലികളൊക്കെ ഉണ്ടാകണം. ജീവിതശൈലി, നിറം, ധരിക്കുന്ന വസ്ത്രങ്ങൾ, ഇതെല്ലാം ഉണ്ട്. പിന്നെ രാഹു ചിലപ്പോൾ കലകൾ തരുന്നുണ്ടാകും. ആ കലകളിലൂടെ മനസ്സിനെ സാന്ത്വനിപ്പിക്കണം. മിക്കവാറും മദ്യപാനാസക്തിയിലേക്ക് പോകുന്ന, യാദൃശ്യവശാൽ മദ്യപാനത്തെക്കുറിച്ച് പറയുന്നതേ ഉള്ളൂ ഞാൻ. അങ്ങനെ എല്ലാ ദുസ്വഭാവങ്ങളുടെയും പറയേണ്ടിയിരിക്കുന്നു. രാഹുവിൻ്റെ സ്വഭാവ വൈകൃതത്താൽ മദ്യപാനത്തിലേക്ക് പോയാലും അതിന് കാരണമായിരിക്കുന്ന എന്താണെന്നുള്ളത് നോക്കണം. അത് ഈ അമിതമായ ലൈംഗികാഭിരുചി കൊണ്ട് മദ്യപാനത്തിലേക്ക് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ കലാവാസനകളെ തച്ചുടച്ചിരിക്കുന്നവർ, മാതാപിതാക്കൾ കലാവാസനകളെ അടിച്ചമർത്തിയിട്ടുണ്ടെങ്കിൽ, സാഹചര്യങ്ങളാൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് സ്വയം തിരിച്ചറിയാതെ, കലകളെക്കുറിച്ച് സ്വയം തിരിച്ചറിയാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, അത് മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് കലകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം നിമിത്തം മനസ്സിനുണ്ടാകുന്ന സമ്മർദ്ദത്താൽ നമ്മൾ സ്വഭാവ ദൂഷ്യങ്ങളിലേക്ക് പോകും. അപ്പോൾ മനസ്സിനുണ്ടാകുന്ന സമ്മർദ്ദം അത് രാഹുവിനെ കൂട്ടുപിടിക്കേണ്ടതില്ല. രാഹു അല്ല അവിടെ കാരണക്കാരൻ മനസ്സിന്റെ സമ്മർദ്ദത്തിന്. മനസ്സിൽ ഇത്രയും കഴിവുകൾ തന്നിട്ടുണ്ട്. രാഹുവിൻ്റെ ഗുണകരമായ നിൽപ്പ് കൊണ്ട് മനസ്സിൽ പല വിധത്തിലുള്ള കഴിവുകൾ കിടപ്പുണ്ട്. അതിനെ പുറത്തേക്ക് എടുക്കുന്നതിൽ വരുത്തുന്ന ആ ഒരു കുഴപ്പം കൊണ്ടാണ് നമ്മൾ സ്വഭാവ ദൂഷ്യങ്ങളിലേക്ക് പോകുന്നത്.
അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയുടെ സ്വഭാവ ദൂഷ്യം വലിയവർക്കും ഉണ്ട്. കാരണം പുരുഷന്മാർക്ക് 3 ഘട്ടങ്ങളാണ് സ്വഭാവ ദൂഷ്യം വരുന്നത്. മദ്യപാനം മാത്രമല്ല, ഏത് തരത്തിലും അസൂയ, അസഹിഷ്ണുത, ഇതെല്ലാം സ്വഭാവ ദൂഷ്യങ്ങളാണ്. 29 വയസ്സിനുള്ളിൽ നമ്മൾക്ക് ഈ തകർച്ച വന്നില്ലെങ്കിൽ പിന്നെ 30 വയസ്സ്, 30, 31, പിന്നെ 40, 42, ഇതിലൊന്നും വരാത്തവർക്കെല്ലാം 55-ാമത്തെ വയസ്സിൽ വരും. 55 വയസ്സ് വരെ യാതൊരുവിധ വൈകല്യങ്ങളും കാണിക്കാത്ത പുരുഷന്മാരും 55-ാമത്തെ വയസ്സിൽ പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളും കാണിക്കുന്നതായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ ഒരുപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ 28 വർഷത്തെ ജ്യോതിഷ സേവനത്തിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ ഞാൻ ബുക്കിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഏതൊക്കെ കാലയളവിലാണ് സ്വഭാവ ദൂഷ്യങ്ങൾ കാണിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ്, അതുവരെ ഇല്ലാത്ത പ്രണയബന്ധങ്ങൾ വരിക, നമ്മൾക്കൊരിക്കലും ചിന്തിക്കാനാവാത്ത തരത്തിലുള്ള ലൈംഗിക കാര്യങ്ങളിലേക്കൊക്കെ പോവുക, പിന്നെ മറ്റുള്ളവർക്ക് നാശം വിതയ്ക്കുന്ന കാര്യങ്ങൾ വരിക, വീട്ടിൽ തന്നെ അതുവരെ ഉണ്ടായിരുന്ന സന്തോഷവും സമാധാനവും ഇല്ലാതാക്കുക, സ്വഭാവം തികച്ചും വിപരീതമായി തീരുക, ഇതെല്ലാം അങ്ങനെ വരുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ രാഹു കേതുക്കൾ എങ്ങനെയാണ് നിലകൊള്ളുന്നത് നമ്മൾ ചിന്തിച്ചിട്ടാണ് ഈ വിഷയങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഇന്ന് സ്വഭാവ ദൂഷ്യത്തിന് വളരെ സാധ്യത ഉള്ളതുകൊണ്ടും സ്വഭാവ ദൂഷ്യത്തിന് പറ്റിയ അന്തരീക്ഷം എവിടെയും സുലഭമായതിനാലും പുതിയ തലമുറകളുടെ ജ്യോതിഷം നോക്കുമ്പോൾ സ്വഭാവ ഹത്യാ സാധ്യത എത്രയുണ്ടെന്ന് നോക്കിയിട്ടാണ് ഞാൻ മുന്നോട്ട് അടുത്ത കാര്യങ്ങൾ നീക്കുന്നത്.